Hello. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ചധികം നാളായി, ഏകദേശം ഒരു വർഷമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീഡിയോ എന്ന് പറയുമ്പോൾ ലോങ് വീഡിയോ കേട്ടോ, ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാമെന്ന്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഫേസ് വാഷ് അല്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇട്ട ലോങ് വീഡിയോ എനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയതായിരുന്നു. ഒരു ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറത്തിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് തന്നെ ഒന്നുകൂടെ അതിനെനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയതുകൊണ്ട് അതിനകത്ത് കുറച്ച് കമൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുറച്ചൊക്കെ കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു, പക്ഷേ പിന്നെ എപ്പോഴൊക്കെ ഞാനത് വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ചധികം കമൻസ് ഉണ്ടായിരുന്നു ഞാൻ റിപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് റിപ്ലൈ ചെയ്തുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്നത് ആഡംബരമാണെന്ന് വിചാരിക്കരുത്. കാരണം എനിക്ക് മോളിൽ പോയി ഇനി ടവലൊന്നും എടുത്തിട്ട് വരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചതാണ്. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ ടിഷ്യൂ പേപ്പർ ഇതല്ല കേട്ടോ വെച്ച് തുടയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, നമ്മുടെ എന്തായിരുന്നു ആ സെറം, ഹിമാലയയുടെ ആ സെറം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഈ ഒരു വർഷവും ഞാൻ കണ്ടിന്യൂസ് ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വീണ്ടും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വീണ്ടും വിസിബിളായി തുടങ്ങിയപ്പോൾ, വീണ്ടും ഒന്നുകൂടെയൊക്കെ മോക്കൊരു ബ്രേക്കൗട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്ന്. ഇവരിതിനകത്ത് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനെയും യൂസ് ചെയ്യാം എന്നാണ്. പിന്നെ ഒരു കാര്യം, മഞ്ഞളാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അലർജി ഉള്ളവരോ അല്ലെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ എന്തായാലും ഇത് മുഖത്തിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ആദ്യമേ പിന്നെ എൻ്റെ ആ ലോങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യാവുന്ന. ആ കുട്ടിയുടെ പ്രഗ്നൻസി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നൈറ്റ് ആണോ ഡേ ആണോ, ഇത് നൈറ്റ് യൂസ് ചെയ്യണം എന്നാണ് അവർ സ്പെസിഫൈ ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു എത്ര ഏജ് ഗ്രൂപ്പിലാണെന്ന്, അതൊരു 20 ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ സെറം ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.